ഹായ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു ന്യൂസ് നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്യുന്നത്. എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷനാണ്, ട്രെൻഡിങ് ആണ്, ഈവൻ ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്ന എത്ര പേർക്ക് ഇത് അറിയാം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇതുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചെയ്തത്. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, കണ്ണൂരുള്ള ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർക്ക് നേരെ കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ള ഉപദ്രവമാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാസിൻ്റെ പേരിൽ പെൺകുട്ടീനോട് മോശമായി പെരുമാറി, പെൺകുട്ടീനെ ബസ്സിൽ നിന്ന് എന്തോ ഉന്തി വിട്ടു, അതിൻ്റെ പേരിൽ ആ പെൺകുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വീണ് പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ തല്ലും കുത്തൊക്കെ നടക്കുന്നത്. ഇതാണ് കേസ്. അപ്പോൾ ആദ്യം നമുക്ക് ആധികാരികമായി കേസ് ഒന്ന് കേട്ടിട്ട് സംസാരിക്കാം. ബസ് കണ്ടക്ടർക്ക് മർദ്ദനം. ഇരിങ്ങന്നൂർ സ്വദേശി വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥിനിക്ക് പാസ് നൽകിയില്ലെന്ന് ആരോപിച്ച് ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുകയാണ്. ചുക്ലി പോലീസ് സംബന്ധിച്ച് ഒരു പരാതി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഇത് ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. തൊട്ടിൽപ്പാലം തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ ബസ്സിലെ കണ്ടക്ടർ പെരിങ്ങന്നൂർ സ്വദേശി വിഷ്ണുവിനാണ് ഈ മർദ്ദനമേറ്റത്. പെരിങ്ങത്തൂരിൽ വെച്ചായിരുന്നു ഈ സംഭവം. ബസ്സിൽ കയറിയ കുട്ടിക്ക് പാസ് ഇല്ലാത്തതിനെ ചൊല്ലി ഇന്നലെ രാവിലെ ഉണ്ടായ ചില തർക്കങ്ങളാണ് വൈകിട്ട് മർദ്ദനത്തിലേക്ക് എത്തുന്നത്. അതായത് ഒരു കോളേജ് വിദ്യാർത്ഥിനി ഈ ബസ്സിൽ കയറുന്നു. വിദ്യാർത്ഥിനിയുടെ കൈവശം പാസ് ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് കണ്ടക്ടർ മുഴുവൻ ചാർജും ഈടാക്കി. ആലോചിക്കും ഇത് ഇത്ര വലിയ വിഷയമാണോ എന്നുള്ളത്. അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പ്രൈവറ്റ് ബസ്, KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും ഉണ്ട്. ഇപ്പോൾ ഈ പ്രൈവറ്റ് ബസ് റൂട്ട് സർവീസ് ഇല്ലാത്ത KSRTC ബസ്സിൽ നമുക്ക് പാസ് കിട്ടും. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കൂടെ കയറുന്ന അമ്പലവയലുള്ള ഫ്രണ്ട്സിനൊക്കെ ഒരു പാസ് കിട്ടും. അന്ന് പാസ് എനിക്ക് തോന്നുന്നു 10 രൂപ എങ്ങാനുമാണ് 3 മാസത്തേക്ക്. ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് KSRTC ബസ് പോവാം. പക്ഷെ എൻ്റെയൊക്കെ വീടിൻ്റെ റൂട്ടിലോട്ട് പ്രൈവറ്റ് ബസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് KSRTCയിൽ ഇങ്ങനത്തെ പാസ് കിട്ടൂല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പ്രൈവറ്റ് ബസ്സിൽ കയറിയാണ് പോവുക. അപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ കുട്ടികൾക്ക് ഒരു പൈസ കുറവാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 1 രൂപയാണെന്നാണ് തോന്നുന്നത് ST. ഇന്നത് 2 റുപ്യോ 3 റുപ്യോ എങ്ങാനും ആയിട്ടുണ്ട്. നമ്മൾ ഫുൾ ടിക്കറ്റ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പം അന്ന് കാണുന്ന ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ, ടിക്കറ്റുകാർ മുഴുവൻ കയറും. അത് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടികൾ കയറുക. അപ്പോൾ കുട്ടികളെല്ലാം ഒന്നെങ്കിൽ ബസ്സിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഈ വെയിറ്റിംഗ് ഷെഡിൽ കാത്തു നിൽക്കുക ചെയ്യാം. ടിക്കറ്റ് എല്ലാം നിറഞ്ഞ് ഡ്രൈവർ വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് എന്ത് ചെയ്യുക, നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഓടി വന്ന് ബസ്സിൽ കയറുക. ഇതാണ് സംഭവം. അപ്പോൾ ഈ കയറുന്ന സമയം ചിലപ്പോൾ പകുതി ആൾക്കാർക്കേ കയറാൻ പറ്റൂ. പകുതി ആൾക്കാർ അവർ പുറത്തിട്ടിട്ട് പോകും. നമ്മളുടെ ബാഗൊക്കെ വെച്ച് കുത്തി തിരികെ മെല്ലെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പൈസ കൊടുക്കും. പൈസ കൊടുക്കുമ്പോൾ കണ്ടക്ടർമാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണണം. സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്ത് വലിയ ബാഗാണ്, ഈ ബാഗ് വെച്ചാണോ ബസ്സിൽ വരുന്നത്, ബാഗ് മൂലയ്ക്ക് എവിടെയെങ്കിലും വെച്ചാൽ പോരെ, ഒരാൾ നിൽക്കുന്ന സ്ഥലത്താണ് നിങ്ങളുടെ ബാഗ്, 1 ഉറുപ്പികയും കൊണ്ട് അങ്ങ് കയറും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ്. ഏതെങ്കിലും ഒരു കുട്ടി വയ്യായിക മൂലം സീറ്റിൽ ഇരുന്നിട്ടുണ്ട്, എണീക്ക് ഫുൾ ടിക്കറ്റുകാർ മാത്രം ഈ ബസ്സിൽ ഇരുന്നാൽ മതി. അതുപോലെ തന്നെ നമ്മൾ യൂണിഫോം ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടാൽ അറിയാം നമ്മൾ എന്താണ്, സ്കൂൾ കുട്ടിയാണ് എന്നുള്ളത്. എന്നാലും ഇവർക്കൊരു പാസ് വേണം. പാസ് എന്ന് വെച്ചാൽ നമുക്ക് സ്കൂളിൽ നിന്ന് സിഗ്നേച്ചറൊക്കെ ചെയ്ത് കിട്ടുന്ന സാധനമാണ് ഈ പാസ് എന്ന് പറയുന്നത്. പാസ് നമ്മൾ ചിലപ്പോൾ എല്ലാ ദിവസവും എടുക്കണം എന്നില്ല. ചില ദിവസം നമ്മൾ മറന്നു പോകും. അപ്പോൾ നമ്മൾ പറയും ഞാൻ യൂണിഫോമിലല്ല എൻ്റെ ടാഗ്. പക്ഷേ ചില കണ്ടക്ടർമാർക്ക് അത് പറ്റൂല. അവർ ഈ കടന്നങ്ങ് എന്ത് ചെയ്യും, ചൊറിയും. ഞാനൊക്കെ പഠിക്കുന്ന സമയം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രൈവറ്റ് ബസ്സിൽ പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആറ്റിറ്റ്യൂഡ് കാണുന്നുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ KSRTCയിലൊക്കെ കയറി തട്ടിയും മുട്ടിയൊക്കെ പോവുക. റെയറായിട്ട് ഞാൻ പ്രൈവറ്റ് ബസ്സിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡ് എനിക്ക് തീരെ ഇഷ്ടമല്ല, കുട്ടികളോടുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷെ പണ്ടത്തെ മക്കളെ പോലെയല്ല ഇന്നത്തെ മക്കൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് എത്രയോ മക്കൾ ഇങ്ങനെ ഒരു സീൻ വരുമ്പോൾ നേരെ പുറത്തിറങ്ങി ട്രാഫിക്കിൽ കാണുന്ന പോലീസിനടുത്ത് പറയുന്നതും പോലീസുകാർ വരുന്നതും ചൂടാവുന്നതും. ഇപ്പം ഞാൻ ബസ് കയറുന്ന സ്റ്റാൻഡിൽ ഒരു വൈകുന്നേരം പിള്ളേർ വരുന്ന ടൈമൊക്കെ ആകുമ്പോൾ പോലീസുകാരൊന്ന് റൗണ്ട് അടിക്കലും വരലും ചുറ്റലും ഒക്കെ ഉണ്ട്. അപ്പം അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ പ്രൈവറ്റിലെ കണ്ടക്ടർമാർക്ക് കുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡ് ഭയങ്കര വൃത്തികേടാന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു തെറ്റും പറയാനില്ല. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫുൾ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ വരെ മക്കളോട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ പെർട്ടിക്കുലർ വ്യക്തി ചിലപ്പോൾ കുട്ടീനോട് ചൂടായിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ചൂടാവുന്ന സമയം ബാക്കിയുള്ള ആൾക്കാർ കേൾക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇൻസൾട്ടാണ്. വലിയ ആൾക്കാരല്ല, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി അവർ ഇത്രത്തോളം ഹേർട്ടാവാൻ വേണ്ടി. അപ്പം എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ഈ
കുട്ടീനോട് ഇങ്ങനെ മോശമായി പെരുമാറുമായി ഇൻസൾട്ടഡ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ദേഷ്യം പിടിച്ച വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിണ്ടാവും. ഇറങ്ങിപ്പോകുന്ന വഴി ചിലപ്പോൾ അതിൻ്റെ ഫോൺ പൊട്ടുക എന്തോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വീട്ടുകാർ വന്ന് ചോദിക്കും. ഈ വ്യക്തി ആദ്യം തന്നെ എല്ലാവരോടും പറയുന്നുണ്ട്, എൻ്റെ മോളെടുത്ത് മോശമായി പെരുമാറി, അവളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ട് ഫോൺ പൊട്ടി, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം, കൊടുത്തിട്ട് ഞങ്ങൾ പോവാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അതിന് ശേഷം ബസ്സുകാരെല്ലാം ടീമായി അവരിപ്പോൾ എന്താണ് അവിടെ വണ്ടി നിർത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ വിദ്യാർത്ഥിനിയുമായി ബസ് കണ്ടക്ടർ വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് ഈ വിദ്യാർത്ഥിയെ തിരിച്ച് തള്ളുകയും ചെയ്തു എന്നൊരു പരാതി കൂടി ഉയർന്നിട്ടുണ്ട്. എന്തായാലും പിന്നാലെയാണ് വൈകിട്ടോടുകൂടി ഈ വിദ്യാർത്ഥിനിയുടെ ഭർത്താവും ഒപ്പം അയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് ഈ ബസ് കൈ കാണിച്ച് നിർത്തി ബസ്സിൽ കയറുകയും കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നത്. ഈ മർദ്ദനം നടക്കുന്ന സമയത്ത് ബസ്സിൽ കുട്ടികളും സ്ത്രീകളും അടക്കം യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവരൊക്കെ നിലവിളിക്കുകയും മർദ്ദിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ കണ്ടക്ടറെ ഇത്തരത്തിൽ മർദ്ദിക്കുന്നത്. എന്തായാലും അപ്പം ഈ മർദ്ദിച്ച പ്രവൃത്തി ശരിയാണ് എന്നല്ല ഞാനിവിടെ പറയാൻ വന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് ലീഗലി കേസ് പോയാൽ മതിയായിരുന്നു. കുട്ടികൾ തന്നെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഇതൊരു കേസ് പറയുന്ന സമയം ഡെഫിനറ്റ്ലി അത് നല്ല പരിഗണന പോലീസുകാർ കൊടുക്കും. ഞാൻ ഇത്രയും കാലം അങ്ങനെയാണ് കണ്ടത്. ആ കണ്ടക്ടർക്ക് നേരെയും ആ ഡ്രൈവർക്ക് നേരെയും ആ ബസ്സിന് നേരെയും നല്ല പ്രതിഷേധം പോലെ കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറയും. അവർ വന്ന് സംസാരിക്കും. ആ വിഷയം അവിടെ തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഒരു ഹീറോയിസാണ്. പാർട്ട്ണറിന് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഹേർട്ടാവും. വൈഫിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഹേർട്ടാവും. ഭർത്താക്കന്മാർ വരികയും ചെയ്യും, ചോദിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എത്രയൊക്കെ ആണെങ്കിലും വയലൻസ് എഗെയിൻസ്റ്റ് അനദർ പേഴ്സൺ ഈസ് പണിഷബിൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാളെങ്ങനെ വണ്ടിയിൽ വെച്ച് ഇത്രമാത്രം അടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും പണിഷ് ചെയ്യേണ്ട ഒരു കുറ്റകൃത്യമാണ് എന്നാണ് എനിക്ക് ഈ തല്ലിനെ പറ്റിയുള്ള അഭിപ്രായം. പക്ഷേ ഈ തരത്തിലുള്ള കണ്ടക്ടർമാരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം എന്ന് എനിക്ക് ഭയങ്കര ഒരു അഭിപ്രായമുണ്ട്. ഞാൻ പഠിക്കുന്ന സമയം തൊട്ടിട്ട് ഇപ്പം ഞാൻ ഫുള്ളാണ് പോകുന്നതെങ്കിലും ഞാൻ പിള്ളേർ അനുഭവിക്കുന്ന അവർ കാണുന്ന കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ തവണ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ പിള്ളേരല്ല ഇപ്പോഴത്തെ പിള്ളേർ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം. സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്, ചൈൽഡ് ലൈൻസ് ഉണ്ട്. എന്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. ഒരിക്കലും നിങ്ങൾ വീട്ടിൽ പറഞ്ഞ് ഭർത്താവിനെ വിട്ട് ഒരു ഹീറോയിസം ആംഗിളിൽ അവിടെ തല്ലും കച്ചറിയും ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കരുത്. ഇനിയിപ്പോൾ എന്തൊക്കെ വരികയാണെങ്കിലും കേസ് ഈ പെർട്ടിക്കുലർ ചെക്കൻ്റെ നേരെ തന്നെയാണ് വരിക. കാരണം ഇവനെ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇനി ആ പെൺകുട്ടീനെ തള്ളി വിട്ടത് ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. ആ പെൺകുട്ടീനെ അങ്ങനെ തള്ളി വിട്ടിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി തിരിച്ച് റിയാക്ട് ചെയ്യണമായിരുന്നു. പെൺകുട്ടി തിരിച്ച് 4 പറയണമായിരുന്നു. പെൺകുട്ടി അയാളൊന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും വലിയ വിഷയം ഉണ്ടായിരുന്നില്ല. പക്ഷെ വേറൊരാൾ വരുമ്പം അതിൻ്റെ എല്ലാ തലവും മാറുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റൂ, നമ്മളിങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇതൊരു സ്പോർട്ടീവായ ഒരു പെട്ടെന്ന് വരുന്ന ഒരു റിയാക്ഷൻ്റെ പുറത്തുള്ള ഒരു കാര്യമാണത്. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളാണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കായിരുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇനി KSRTC ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഔദാര്യമായിട്ടോ അല്ലെങ്കിൽ ഒരു പിച്ചയായിട്ടോ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. 1 ഉറുപ്പികയാണെങ്കിൽ 1 ഉറുപ്പിക്ക് അതിൻ്റെ വില ഉണ്ട്. അപ്പം എൻ്റെ റൂട്ടിലോട്ട് ഞാൻ വരുന്ന സമയം ടിക്കറ്റ് 13 ആയിരിക്കും. അപ്പം ഞാൻ ചിലപ്പോൾ 14 കൊടുക്കുമ്പം ചില കണ്ടക്ടർമാർ 1 ഉറുപ്പിക തരാനൊക്കെ മറക്കും. അപ്പം ഞാൻ ആദ്യം ഒന്നും 1 ഉറുപ്പിക വാങ്ങില്ല. അങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാനിത് പറഞ്ഞ സമയത്ത് എൻ്റെ ഫ്രണ്ട് തിരിച്ചെൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ 13 രൂപയ്ക്ക് പകരം നീ 12 കൊടുത്താൽ നിന്നെ ഇവിടെ കൊണ്ടുപോയി അവർ ഇറക്കുമെന്ന്. ഇല്ല. 1 ഉറുപ്പികയാണെങ്കിലും അതിന് അതിൻ്റെതായ വിലയുണ്ട്. സോ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.